ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങൾക്കിത് ഒരു വ്യത്യസ്തമായ പശുവിനെയാണ് കാണിച്ചു തരാൻ പോകുന്നത്. പശു എന്ന് തന്നെ പറയാം, നമ്മുടെ ഭാരതത്തിൻ്റെ പശു എന്ന് വെച്ചാൽ നമ്മുടെ തനതായ നമ്മുടെ ബ്രീഡ്. ഈ ഇരിക്കുന്ന പശുവിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊരു പൊടിപ്പശു എന്നൊക്കെ വിചാരിക്കും. പൊടിപ്പശു അല്ല, കുഞ്ഞൻ പശു എന്നൊക്കെ വിചാരിക്കും. ഇന്നലെ പെറ്റിട്ട പശു എന്നൊക്കെ വിചാരിക്കും. പക്ഷേ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഇത് ഇന്നലെ പെറ്റ പശു അല്ല. ഈ പശുവിന് കുഞ്ഞുണ്ട്. പറയാൻ വിശ്വസിക്കുമോ? സത്യം, ഈ പശുവിന് കുഞ്ഞുണ്ട് ഗൈസ്. ഈ പശുവിന് കുഞ്ഞുണ്ട്. പിന്നെ ഈ പശുവാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും ചെറിയ പശുവായ പൂങ്കന്നൂർ പശു എന്ന് പറയുന്ന പൂങ്കന്നൂർ കുള്ളൻ. ഇതിന് പശുവിന് ഏകദേശം 97 cm ഒക്കെ ഹൈറ്റ് വരുത്തുള്ളൂ. അത്രയും കുഞ്ഞാണ്. ഇത് കാളയ്ക്ക് 107 cm ഒക്കെ ഹൈറ്റ് വരുമായിരിക്കും. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പശുവാണ്. പശു വന്ന് കാണിക്കാൻ വേണ്ടി കേട്ടോ അവിടെ ഒന്ന് വീഡിയോ ഒന്ന് സൂം ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നെ ആരും കുറ്റം പറയരുത്. ഈ പശുവിൻ്റെ യഥാർത്ഥ പ്രദേശം ആന്ധ്രയിലാണ് ഈ പശുവിൻ്റെ യഥാർത്ഥ പ്രദേശം. പൂർണ്ണ വളർച്ചെത്തി ഈ പശു ഏകദേശം നമ്മുടെയൊക്കെ ഒരു മുട്ടിൻ്റെ അത്രയൊക്കെ അതിന് ഹൈറ്റ് വരത്തുള്ളൂ. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, എൻ്റെ മുട്ടിൻ്റെ അത്രയേ ഉള്ളൂ. കുഞ്ഞായതുകൊണ്ടായിരിക്കും. വളരെ ഫ്രണ്ട്ലിയാണ് പശു. നമ്മളെ ഒന്നും ആക്രമിക്കുന്ന ഒരു സെറ്റപ്പൊന്നും പശുവിനില്ല. ആര് വിളിച്ചാലും കൂടെ പോകുമെന്ന് പറയുന്ന കൂട്ടൊരു സംഭവമാണ്. പക്ഷേ പാവം പശുവാണ്. ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിലെ പൂങ്കന്നൂർ താലൂക്കിൽ ഈ പശുവിനെ ആദ്യമായിട്ട് കണ്ടുവരുന്നതുകൊണ്ടാണ് ഇതിനെ പൂങ്കന്നൂർ പശു, പൂങ്കന്നൂർ കുള്ളൻ എന്നൊക്കെ അറിയപ്പെടുന്നത് കേട്ടോ. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പശുവാണ്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത പാലൊക്കെ കിട്ടുന്നുണ്ട് ഈ പശുവിനകത്തുനിന്ന്. കുഴപ്പമില്ലാന്നല്ല, ഇതിനകത്തുനിന്ന് 1 ലിറ്റർ പാൽ കിട്ടിയാൽ അത് തന്നെ വലിയ കാര്യമൊന്നും കുട്ടിയോ ഗൈസ്. നോക്കി പശുവിൻ്റെ ഹൈറ്റും സൈസ് വെച്ചിട്ട് ഇതിനകത്ത് 1 ലിറ്റർ കിട്ടിയ കാര്യമല്ലേ ഗൈസ്. ഇതുപോലെ നല്ല നല്ല വീഡിയോയ്ക്ക് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തായിരുന്നെങ്കിൽ ഞാനെങ്കിലും രക്ഷപ്പെട്ടു പോകാൻ.